കടൽക്ഷോഭത്തെ തുടർന്ന് തകർന്ന പരവൂർ തീരദേശ റോഡ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായി. 20 വർഷമായിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. കൊല്ലത്തുനിന്ന് ഇരവിപുരം മയ്യനാട് പ്രദേശത്ത് ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന റോഡാണിത്. മയ്യനാടിനെ പരവൂരുമായി ബന്ധിപ്പിക്കുന്ന മുക്കമ്പുഴി റോഡ് ഇപ്പോൾ പൂർണ്ണമായി തകർന്ന് യാത്ര ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. വർക്കല, പാരിപ്പള്ളി, ആറ്റിങ്ങൽ, പരവൂർ റോഡ് വഴി സ്വകാര്യ KSRTC ബസ്സുകൾ തീരദേശ സർവീസുകൾ നടത്തിയിരുന്നു. നിരവധി വിനോദസഞ്ചാരികൾ വന്നുപോയിരുന്ന തീരദേശ പ്രദേശമായിരുന്നു ഇത്. 1990-ലുണ്ടായ കടൽക്ഷോഭത്തിൽ തകർന്ന റോഡ് പുനഃസ്ഥാപിക്കാൻ വർഷങ്ങളേറെയായിട്ടും അധികൃതർക്ക് സാധിച്ചിട്ടില്ല. നാട്ടുകാർ സംഘടിച്ച് അധികാരികൾക്ക് നിവേദനങ്ങൾ നൽകിയതിനെ തുടർന്ന് കേന്ദ്ര സംഘം സ്ഥലം സന്ദർശിച്ചു. ശാസ്ത്രീയമായ രീതിയിൽ റോഡ് നിർമ്മാണത്തിനായി 9 കോടി അനുവദിച്ച് ഹാർബർ എഞ്ചിനീയർ വിഭാഗത്തെ ഏൽപ്പിച്ച് നിർമ്മാണം ആരംഭിച്ചിരുന്നു. പരവൂർ, പൊഴിക്കര, ഇരവിപുരം, താന്നി, ലക്ഷ്മിപുരം തോപ്പ് മുതലാണ് നിർമ്മാണം ആരംഭിച്ചത്. 2010-ലെ കടൽക്ഷോഭത്തിൽ താന്നി ലക്ഷ്മിപുരം റോഡ് വീണ്ടും നശിച്ചു. പിന്നീട് പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. 2011-ൽ 47 ലക്ഷം രൂപ മുടക്കി പൊഴി അടച്ചിരുന്നു. എന്നാൽ അതും കടൽക്ഷോഭത്തിൽ നശിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. താന്നി പാലം നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ കൊല്ലം നഗരത്തിലെ ഗതാഗത കുരുക്കിന് മാറ്റമുണ്ടാവും. വർക്കല, തിരുവനന്തപുരം, ആറ്റിങ്ങലേക്കുള്ള യാത്രാ ദൂരം കുറയ്ക്കും. പ്രകൃതിക്ഷോഭം വന്നാലും റോഡ് നശിക്കാതിരിക്കാനുള്ള സംവിധാനമാണ് ഉണ്ടാവേണ്ടതെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.